ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെപ്പോഴും കളയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പീരയാണ്. അതായത് നമ്മൾ തേങ്ങ ചിരവിയത് നന്നായിട്ട് പാല് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലൊന്നുമില്ലാത്ത പീര മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് പാലെടുത്തിട്ടുള്ളത്, നന്നായിട്ട് പാല് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു വലിപ്പത്തിലുള്ള പീസാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. നമുക്ക് ആ ഒരു സ്നാക്കിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ. നമ്മൾ എന്താ പറയുക, ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഒക്കെ ആ ഒരു വലിപ്പത്തിലാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് പാലെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളത്തിൽ വല്ല അംശം ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് എങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് വറുത്തെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുമല്ലോ, അതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുള്ളൂ. അത്രത്തോളം ആക്കിയെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ചൂടാക്കി നല്ലോണം വറുത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ആക്കിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ കഴിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതാ ഇത്രയും മതി കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ചൂടായി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് വറുത്തെടുക്കേണ്ട. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ തേങ്ങാപ്പീരൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതിന് അനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ എത്രത്തോളമാണ് മധുരം വേണ്ടത്, അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് വിട്ടതാണിതിൽ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കുന്നതിന് ഒരു പ്രത്യേകിച്ച് കണക്കില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നാലും ഒരുപാട് മൈദപ്പൊടി ആവരുത്. നമുക്ക് ആ തേങ്ങയുടെ ഫ്ലേവറാണ്, ആ തേങ്ങയാണ് കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്കത് ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു നമുക്കൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ആദ്യം തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്താൽ പിന്നെ ഇത് ലൂസായി പോവും. കാരണം ഈ പഞ്ചസാര പൊടിച്ചതൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരും. നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ തന്നെ പഞ്ചസാരൻ്റെ നനവൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഒരുപാട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് 1-2 ടീസ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ മൈദയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മധുരം ഒന്ന് നോക്കുക കേട്ടോ. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ പഞ്ചസാര പൊടിച്ചത് കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ച് നോക്കിയിട്ട് നമുക്കിതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഷേപ്പാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഷേപ്പാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉതിർന്ന് പോകുന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ നമ്മൾ ഷേപ്പാക്കി എടുക്കുമ്പോൾ വിള്ളൽ വരുന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു കുഴച്ചെടുക്കാൻ ഷേപ്പാക്കി എടുക്കാനുള്ള ഒരു പാകത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ വെള്ളം കൂടി പോകും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം.
ഇതുപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം നടുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയും കൂടെ വെച്ച് കൊടുത്ത് ഇതുപോലെ ചെറി ചാടി പോവാത്ത രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. വലിയ ചെറിയാണെന്നുണ്ടെങ്കിൽ പകുതിയാക്കി ഒന്ന് മുറിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട എന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മൾ ബിസ്ക്കറ്റൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു സൈഡ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതുപോലെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത്രയും മതി കേട്ടോ. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ തേങ്ങാപ്പീര വെച്ചിട്ടുള്ള നമ്മുടെ അടിപൊളി ഫ്രൈഡ് ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്